ICYM തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തര വേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനും ബൈബിൾ പണ്ഡിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെയായിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ പനത്തടി ഫൊറോനയിലെ യുവജനങ്ങളാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പുത്രനായ മിശിഹായെക്കുറിച്ചും മിശിഹായുടെ ചരിത്രപരമായ വിശകലനങ്ങളുമായിരുന്നു നമ്മൾ നടത്തിയത്. പലപ്പോഴും നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയമാണ്, സഭയും സഭയുടെ വിശ്വാസങ്ങളും ശാസ്ത്രവും തമ്മിൽ ചേർന്ന് പോകുമോ എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി നമ്മുടെ യുവജനങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി സ്നേഹയെ ക്ഷണിക്കുന്നു. പിതാവേ, എൻ്റെ പേര് സ്നേഹ. എൻ്റെ ചോദ്യം ഇതാണ്: ശാസ്ത്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് പ്രസ്താവിക്കാൻ സാധിക്കുക? അതോടൊപ്പം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? യെസ്, സ്നേഹയുടെ ചോദ്യം ശാസ്ത്രീയ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തെ എങ്ങനെ സൃഷ്ടാവായി മനസ്സിലാക്കാം എന്നുള്ളതാണ്, അല്ലേ? അഥവാ ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ദൈവമല്ല എങ്കിൽ പിന്നെ ആരായിരിക്കും സ്നേഹ ഇതിനെ സൃഷ്ടിച്ചത്? ഇതിൻ്റെ ഉത്ഭവത്തിന് ഒരു കാരണക്കാരനുണ്ട്, അല്ലേ? ആ കാരണക്കാരനെയാണ് നമ്മൾ ദൈവം എന്ന് പേരിട്ട് വിളിക്കും. ആ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. കാരണം എന്താണ്? ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും ഒരു നിർമ്മാതാവ്, ഒരു കാരണമുണ്ട്, ഇല്ലേ? നിങ്ങൾക്കറിയാം, ഈ മേശ ഏത് കടയിൽ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചാൽ അറിയാം. ആ കടക്കാരനോട് ചോദിച്ചാൽ അയാൾ പറയും, ഇന്ന ആശാരിയാണ് ഈ കസേര, മേശയല്ല ഇത്, കസേരയാണ്, അല്ലേ? ഈ കസേര ഇന്ന ആശാരിയാണ് നിർമ്മിച്ചത് എന്ന് പറയും, ഇല്ലയോ? അതായത് ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. ഈ കാരണം എന്നത് അന്വേഷിച്ച് നമ്മൾ ചെന്നെത്തുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടി നടത്തി. സൃഷ്ടിയിലൂടെയാണ് അത് സംഭവിച്ചത്. ഇത് പരിണാമത്തിലൂടെ ഉണ്ടായതാണോ? ബിഗ് ബാങ് തിയറിയിലൂടെ പറയുന്നത് പോലെ പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ഉണ്ടായോ? എന്തുണ്ടായാലും പൊട്ടിത്തെറിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകണമല്ലോ, എന്നിട്ട് വേണ്ടേ പൊട്ടിത്തെറിക്കുക, ഇല്ലേ? യെസ്, അതായത് ഈ പ്രപഞ്ചം ഈ കാണുന്ന രൂപത്തിൽ ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണോ, അഥവാ ഇത് വിവിധങ്ങളായ പരിണാമ ദശകളിലൂടെ സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ശാസ്ത്രത്തിന് തർക്കമുണ്ട്. ശാസ്ത്രം ഇന്ന രീതിയിലാണ് ലോകമുണ്ടായത് എന്നും വേറൊരു കാരണവും കൂടാതെ ഈ ലോകത്തിൻ്റെ ഉത്ഭവത്തെ വിശദീകരിക്കാൻ പറ്റും എന്ന് ശാസ്ത്രം ഇന്നുവരെയും പറഞ്ഞിട്ടില്ല, തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ദൈവിക വെളിപാടിലൂടെ നമുക്ക് കിട്ടിയ ജ്ഞാനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ ദൈവമാണ്. അല്ലെങ്കിൽ സ്നേഹ എന്നെ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എന്താ ഡിഗ്രി ചെയ്തേ? മാത്സ്. ഡിഗ്രി പഠിച്ച സ്നേഹ എവിടെയെങ്കിലും ഈ ലോകത്തിൻ്റെ ഉത്ഭവം ഇന്ന രീതിയിലാണ് എന്ന് ശാസ്ത്രം പഠിപ്പിച്ചതായി കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. ശാസ്ത്രത്തിന് ദൈവത്തെ കൂടാതെ ഇതിനെ വിശദീകരിക്കാൻ ശാസ്ത്രം വളരെയേറെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാ ശ്രമങ്ങളും നടത്തി വരുമ്പോഴും അവസാനം ഇതിനെവിടെയോ ഒരു തുടക്കമുണ്ട് എന്നും ആ തുടക്കത്തിൽ എന്തോ ഒന്ന് രൂപപ്പെട്ടിട്ടുണ്ട് എന്നും ആ രൂപപ്പെട്ടതിൽ നിന്നാണ് ഇത് വന്നത് എന്നും പറയുന്നു. പക്ഷെ ആ തുടക്കം എന്ത്, എവിടെ നിന്ന്, എങ്ങനെ എന്നതിന് ഉത്തരം ശാസ്ത്രത്തിന് പറയാൻ പറ്റില്ല. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് പോലെ ഒരു വലിയ സാന്ദ്രതയുള്ള സംഗതി പൊട്ടിത്തെറിച്ചു. ഓക്കെ, ആ സംഗതി എവിടെ നിന്നുണ്ടായി? അത് എങ്ങനെയോ ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്, അല്ലേ?
പരിണാമ സിദ്ധാന്തത്തിൽ ഡാർവിൻ പറയും ഇത് ഏകകോശ ജീവിയായിട്ട് കടലിലുണ്ടായി. എങ്ങനെയാണ് കടലിൽ ഏകകോശ ജീവി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായി, അത്രയേ പറയുന്നു. അതായത് നിങ്ങൾ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്കറിയാം ശാസ്ത്രത്തിന് ഈ സൃഷ്ടിവാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് കൃത്യം ഇന്നത രീതിയിലാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം ശൂന്യതയിൽ നിന്ന് ഒന്നും രൂപപ്പെട്ടു വരികയാണ്, ഇല്ലേ? അതായത് ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എ റിയാക്ഷൻ എന്ന് പഠിപ്പിച്ചതാരാണ്? ന്യൂട്ടൻ്റെ ചലന നിയമം. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റേതോ ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ടാണ് സംഭവിക്കുക. ആ ശാസ്ത്രീയ തത്വം തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അവിടെ നിങ്ങൾക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഘടന പഠിക്കാൻ, അല്ലേ? ആറ്റത്തിൻ്റെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ ശാസ്ത്രജ്ഞരാരൊക്കെയാണ്? ഒരാറ്റത്തിലെ 3 ഘടകങ്ങൾ പറയുന്ന ഏതൊക്കെയാണ്? മൈക്കിക്കടെ പറ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതായത് ഏറ്റവും അടിസ്ഥാനമായ ആ ഘടനയെപ്പോലും നിങ്ങൾ വേർതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ പോലും 3 സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാരായ വിശ്വാസികളായ ശാസ്ത്രജ്ഞർ പറയും അസ്തിത്വത്തിന് ഈ 3 മാനങ്ങൾ ഉണ്ടാവണം എന്ന് എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമായ ആറ്റം പോലും സാക്ഷ്യപ്പെടുത്തും. ഇത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ദൈവം അടിസ്ഥാന സത്തയായ ദൈവത്തിൽ 3 ആളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലേ? നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ശാസ്ത്രത്തെ ശരിയായ രീതിയിലാണ് പഠിക്കുന്നത് എന്നും നിക്ഷിപ്ത താല്പര്യങ്ങളോട് ദൈവവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന വ്യഗ്രതയില്ലാതെയാണ് നിങ്ങൾ ശാസ്ത്രം പഠിക്കുന്നത് എങ്കിൽ എല്ലാ ശാസ്ത്രവും യഥാർത്ഥ ശാസ്ത്രജ്ഞനായ ദൈവത്തിങ്കലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് ലോകം കണ്ട മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ ദൈവവിശ്വാസികളായി നിലകൊണ്ട്, അല്ലേ? നമുക്കറിയാവുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, അതിൻ്റെ മേധാവി ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ആരും നിയന്ത്രിച്ചിട്ടോ ദൈവപരിപാലനം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. മനുഷ്യൻ്റെ ഓരോ DNA-യിലും ഇത് എഴുതി വച്ചിട്ടുണ്ട്, അവൻ്റെ ജീവചരിത്രം എഴുതി വച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം അത് ഡീകോഡ് ചെയ്തു. 3 ലക്ഷത്തോളം, അതായത് 2,98,000 പരം കോഡിങ്ങുകൾ അദ്ദേഹം കണ്ടെത്തി. ഇതെല്ലാം കണ്ടെത്തിയിട്ട് അദ്ദേഹം പറയുകയാണ് സത്യം സത്യമായും ദൈവമുണ്ട്. ഈ DNA-യിൽ മനുഷ്യൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കൃത്യമായി ക്രോഡീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യമായ അത്ഭുത ബുദ്ധിയുണ്ട് എന്നും ആ ബുദ്ധിയെ മതം ദൈവമെന്ന് വിളിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്, ശാസ്ത്രം ഒരിക്കലും വിശ്വാസത്തിന് വിരുദ്ധമല്ല. വിശ്വാസത്തെ തകർക്കണമെന്നും വിശ്വാസവിരുദ്ധമായി പഠിപ്പിക്കണം എന്നുമുള്ള നിർബന്ധ ബുദ്ധിയില്ലാതെ ആരെല്ലാം സത്യസന്ധമായി ശാസ്ത്രീയ അന്വേഷണം നടത്തുന്നോ അവർ എത്തിച്ചേരുന്ന സത്യം ദൈവീക വെളിപാടിൽ പറയുന്നവ വസ്തുതയാണ് എന്ന സത്യത്തിലേക്കാണ്. അതുകൊണ്ട് ഇവ തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല എന്നും സൃഷ്ടിവാദം, അതായത് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ആ ഒരു അടിസ്ഥാന പ്രമാണത്തെ നിരാകരിക്കുന്ന ഒരു തെളിവും ഇന്നേ വരെയും ശാസ്ത്രത്തിന് നമ്മുടെ മുമ്പിൽ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ആകെ കൂടി ശാസ്ത്രം പറയാൻ ശ്രമിച്ചത് എന്താണ്? ഈ കാണുന്ന രൂപത്തിലൊന്നും അല്ല ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത്, ഇത് പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോഴും അവർ അതിൻ്റെ ആരംഭം എവിടെ നിന്ന് എന്ന് പറയാൻ അശക്തമാണ് എന്നുള്ളതിനാൽ ഈ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് പറയുന്നത് സത്യമാണ്.
കാരണം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ് എന്ന് പോലും ശാസ്ത്രം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല, ഇല്ലേ? എവിടെയൊക്കെയോ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലാണ് നമ്മളിരിക്കുന്നത്. നാലപ്പാട്ടിൻ്റെ പ്രസിദ്ധമായ കവിത നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരയുന്ന മനുഷ്യൻ കഥയെന്ത് കണ്ടു. അത് സത്യമാണ്. ഈ അനന്തം അജ്ഞാതം അവർണ്ണനീയമായ ലോകം, നമ്മൾ ആകാശഗംഗയിലെ ഒരു ഗാലക്സിയിൽപ്പെട്ടതാണ് നമ്മുടെ ഈ സൗരയൂഥമെന്ന്. അതുപോലെ ആയിരക്കണക്കിന് സൗരയൂഥങ്ങൾ ചേർന്നതാണ് ആകാശഗംഗ എന്ന് പറഞ്ഞ ഗാലക്സി. ആ ഗാലക്സിയിലെ പോലെ തന്നെ കോടാനുകോടി ഗാലക്സികളുണ്ട്. അതിൻ്റെ 100-1 പോലും ശാസ്ത്രം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്രം എല്ലാറ്റിൻ്റെയും മറുകരയിലെത്തി എന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് പാസ്കൽ എന്ന വലിയൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, നമ്മൾ ശാസ്ത്രം എത്രമേൽ വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി എന്ന് വിചാരിച്ച് നമ്മൾ നെകളിച്ചിരിക്കുമ്പോൾ അതാ ആ ഉത്തുംഗ ശൃംഗത്തിൽ ദൈവവിശ്വാസികൾ പണ്ടേ എത്തി കാറ്റും കൊണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ശാസ്ത്രീയമായി കണ്ടെത്തിയ സത്യങ്ങൾ അതെന്തു തന്നെയാണ്? വിശ്വാസത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ആ സത്യങ്ങൾ തന്നെയാണ് ശാസ്ത്രം തെളിയിക്കാൻ പോകുന്നത് എന്നാണ് അനുഗ്രഹീത ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രവും ദൈവവും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ പരസ്പര വിരുദ്ധമാണ് എന്നും ബൈബിളിൽ പറയുന്നതെല്ലാം ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ്, വിശ്വാസത്തിൻ്റെ വിഷയങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നവർ യഥാർത്ഥ ശാസ്ത്രം എന്ത് എന്നറിയാത്തവരും യഥാർത്ഥ വിശ്വാസം എന്ത് എന്ന് മനസ്സിലാക്കാത്തവരുമാണ് എന്ന് തിരിച്ചറിയും. സ്നേഹ ഉദ്ദേശ ഉത്തരമാണോ കിട്ടിയത്, അതോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല പിതാവേ. സ്നേഹ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ തോന്നിക്കാണുമായിരിക്കും. അത് എനിക്ക് സ്നേഹയ്ക്ക് പിതാവ് കൊടുത്ത ഉത്തരത്തോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു ചോദ്യം, ത്രിത്വൈക ദൈവത്തെ പറ്റിയാണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ അല്ലെങ്കിൽ ലോകസൃഷ്ടിയിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പങ്കാളിത്തത്തെ പറ്റി നമുക്ക് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പിതാവെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. യെസ്, അദ്ദേഹത്തിൻ്റെ പേരെന്നാ? നിബിൻ മാത്യു. നിബിൻ എന്നാ ചെയ്യുന്നത്? ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, PhD ചെയ്യുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എന്തിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക്. മെഡിക്കൽ സൈക്കാട്രി MSW. വെരി ഗുഡ്. ഓക്കെ, നിബിൻ പറഞ്ഞത് ദൈവം സൃഷ്ടി നടത്തിയ ത്രിത്വൈക ദൈവത്തിന് അതിലെന്തെങ്കിലും റോളുണ്ടോ? ഇതാണ് നിബിൻ്റെ ചോദ്യം. വാസ്തവത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിത്വൈക ദൈവമാണ്. ത്രിത്വൈക ദൈവം അല്ലാത്തൊരു ദൈവം ഇല്ല, ഇല്ലേ? ദൈവം സൃഷ്ടി നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ്? ഈ ത്രിയേക ദൈവം തന്നെയാണ് സൃഷ്ടി നടത്തിയത്. ത്രിയേക ദൈവത്തിൽ അല്ലാത്ത ഒരു ദൈവം വന്ന് സൃഷ്ടി നടത്തിയിട്ടില്ലല്ലോ, ഇല്ലേ? അതുകൊണ്ട് ത്രിയേക ദൈവമാണ് ഈ സൃഷ്ടിയുടെ പിന്നിലുള്ളത് എന്നത് സത്യമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാചകം തന്നെ അത് വ്യക്തമാകും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ്, റൂഹ് എലോഹിം എന്നാണ് അവിടെ ഹീബ്രു ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, പ്രകാശമുണ്ടാകട്ടെ, പ്രകാശമുണ്ടായി. ഇങ്ങനെയാണ് ബൈബിൾ പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ ഈ ത്രിത്വൈക ദൈവമുണ്ട്. അതായത് ദൈവമായ കർത്താവ്, പിതാവായ ദൈവം ആണ് അവിടുത്തെ കഥാനായകൻ. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആഴങ്ങൾക്ക് മീതെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞു ദൈവമായ കർത്താവ് അരുൾ ചെയ്തു. അവിടുത്തെ വചനം അത് ഈശോ മിശിഹായാണ്, അല്ലേ?
അപ്പോൾ ഈ ത്രിത്വൈക ദൈവം തന്നെയാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ സൂചനയുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പം ദൈവം പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അന്ന് ത്രിത്വത്തെക്കുറിച്ച് ഒരറിവുമില്ലാതിരുന്ന കാലത്ത് യഹൂദ പണ്ഡിതന്മാർക്ക് ഇതെന്താണ് ഈ നാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് അറിയത്തില്ല. എന്നാൽ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ പുതിയ നിയമം വായിച്ചിട്ടുള്ള നമുക്കറിയാം, നാം എന്ന് പറയുമ്പോൾ അവിടെ വിവക്ഷിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് സൃഷ്ടിയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വാധീനം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം ത്രിത്വമായിട്ടാണ് സൃഷ്ടികർമ്മം നടത്തിയത് എന്ന സത്യം മനസ്സിലാക്കും. ഒരുപാട് നന്ദി പിതാവേ. ഓക്കെ നിവിൻ, താങ്ക് യു. പിതാവ് പലപ്പോഴും സയൻസും വിശ്വാസം സംബന്ധിച്ച് കൂടുതൽ എത്രമാത്രം അറിയുന്നോ അതിനനുസരിച്ച് സംശയങ്ങൾ തോന്നാറുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇനിയും പിതാവിനോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണുമെന്ന്. ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് ഏഞ്ചലീന. എൻ്റെ ചോദ്യം, ദൈവവിശ്വാസവും പരിണാമ സിദ്ധാന്തവും തമ്മിൽ ചേരുമോ? അവയുടെ സാധ്യതകൾ വിശദീകരിക്കാമോ? യെസ്, ഏഞ്ചലീന അല്ലേ? വലിയ വിഖ്യാത പേരാണ് ഏഞ്ചലീന. ഗുഡ്. ഏഞ്ചലീന പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഏഞ്ചലീന ചോദിക്കുന്നത് അല്ലേ? പരിണാമ സിദ്ധാന്തം നിങ്ങൾക്കറിയാവുന്നത് പോലെ ചാൾസ് ഡാർവിൻ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ വിഖ്യാത ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു നിഗമനമാണ്. അതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമല്ല, അതൊരു നിഗമനം മാത്രം. എന്താണ് ആ നിഗമനമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്നത് സൃഷ്ടിയുടെ മകുടമായി രൂപപ്പെട്ടു വന്നത്. മനുഷ്യൻ അനേക സഹസ്രാബ്ദങ്ങളുടെ ഫലമായി പരിണാമത്തിൻ്റെ വിവിധ ദശകളിലൂടെ കടന്നു വന്ന് ഇന്ന് കാണുന്ന രൂപത്തിലെത്തി എന്നുള്ളൂ. ഇനിയും അവൻ പരിണമിച്ചു പോയെന്നിരിക്കും അല്ലേ? അദ്ദേഹം പറയുന്നത് കടലിൽ ഏകകോശ ജീവിയായിട്ട് ജീവനുണ്ടായി. ആ കടലിൽ കിടന്നത് കുറേശ്ശെ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ചെറിയ ജീവി, അത് അമീബ പോലെയൊക്കെ വളരാൻ തുടങ്ങി. അതിനുശേഷം അത് ഇച്ചിരൂടെ മൂത്ത് മീൻ പോലെയൊക്കെ നീന്താൻ തുടങ്ങി. കുറേ നാൾ നീന്തി കഴിഞ്ഞപ്പോൾ ഈ മീനിന് പയ്യെ കരയെ കയറണമെന്ന് തോന്നി. അത് കരയെ കയറിയിരുന്നപ്പോൾ അതിൻ്റെ ചിറകൊക്കെ പയ്യെ കാലായ രൂപം കൊണ്ടു. അങ്ങനെ കരയിലെ ഉഭയജീവികൾ, കരയിലും കടലിലും ജീവിക്കുന്ന തവളയെപ്പോലെയുള്ള ജീവികളുണ്ടായി. അതിനുശേഷം ഉരകങ്ങളായത് മാറി ഇങ്ങനെ എഴഞ്ഞു നടക്കാൻ തുടങ്ങി. എഴഞ്ഞു നടന്നിക്കുന്നതിനൊരു സുഖം പോരാൻ തോന്നിയപ്പോൾ അതോരോ കയ്യും കാലും പയ്യന് മുളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ ഡ്രാഗൺസ്, അല്ലെങ്കിൽ എന്താണ് ജുറാസിക് പാർക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ജീവികൾ രൂപപ്പെട്ടു വരാൻ തുടങ്ങി. ഇങ്ങനെ കുറേ കഥ പറയുന്നത് പോലെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഈ സിദ്ധാന്തം അവതരിപ്പിക്കും. അത് ലോകത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സിദ്ധാന്തമായത് മാറി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ആ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തെ എങ്ങനെ ചോദ്യം ചെയ്യാം എന്നുള്ളതിൻ്റെ എല്ലാ പഴുതുകളും അന്വേഷിക്കുന്നൊരു കാലമാണ്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഇത് മാത്രമേ ഉള്ളൂ, വിശ്വാസമൊന്നും ആവശ്യമില്ല എന്ന ചിന്താഗതി ശക്തിപ്പെട്ടു. മതവിശ്വാസത്തെ എല്ലാവരും പടികടത്താൻ വേണ്ടി ചിന്തകന്മാർ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നേരത്ത് അതിനെ തുടർന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരായ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ വന്ന് പറഞ്ഞു, മതം മനുഷ്യനെ ഒരു ഞരമ്പ് രോഗം, മനുഷ്യൻ്റെ ഒരു മനോരോഗമാണ്. ആ കാലഘട്ടത്തിന് ശേഷമാണ് നമുക്കറിയാം കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിക്കുകയും സാമ്പത്തിക ജീവിയായി മനുഷ്യനെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഒരു പരിതോവസ്ഥയിലാണ് ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം എന്താണ്? ഈ ബൈബിളിൽ പറയുന്നതെല്ലാം തെറ്റാണ് എന്നും ഈ ദൈവത്തിൻ്റെ സൃഷ്ടി കൂടാതെ തന്നെ മനുഷ്യൻ്റെ ഉത്ഭവം വിശദീകരിക്കാൻ പറ്റും
എന്നുള്ളത് കൊണ്ട് അതിന് വലിയ പ്രചാരം ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് ദൈവനിഷേധത്തിൻ്റെ ഒരു പൊതുബോധം രൂപപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധം ചെയ്തു എന്നുള്ളത് കൊണ്ട് അകാരണമായി ഉയർത്തപ്പെട്ട ഒരു പുസ്തകമാണ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം അതിൽ പറയുന്നതിൽ ശാസ്ത്രീയമായ കാരണങ്ങളൊന്നുമില്ല. എങ്ങനെ ഇതിൽ നിന്ന് ഇതുണ്ടായി വന്നു, അതായത് കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി വന്നു. കുരങ്ങിൻ്റെ തലച്ചോറും മനുഷ്യൻ്റെ തലച്ചോറും തമ്മിൽ താരതമ്യം ചെയ്താൽ കുരങ്ങിൻ്റെ തലച്ചോറും മനുഷ്യൻ്റെ തലച്ചോറും തമ്മിലുള്ളതിനേക്കാളും സാമ്യം എലിയുടെ തലച്ചോറും മനുഷ്യൻ്റെ തലച്ചോറും തമ്മിലുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്, അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? കുരങ്ങിൽ നിന്നല്ലായിരിക്കുന്ന എലിക്കകത്തു നിന്നായിരിക്കും മനുഷ്യൻ വന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. സാമ്യങ്ങൾ അവിടെയും ഇവിടെയും കണ്ട സാമ്യങ്ങൾ കണ്ടിട്ട് ഇതാണ് ഇതിൻ്റെ മുൻരൂപം എന്ന നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നു എന്നുള്ളത് അപകടകരമായ ഒരു തത്വമാണ്. അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു വലിയ പോരായ്മ എന്ത് എന്ന് ചോദിച്ചാൽ, ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത്. ജീവൻ ഉണ്ടായി, അത് പയ്യെ പയ്യെ പരിണമിച്ച് വന്നു എന്ന് പറയും. പരിണമിച്ചു എന്ന് പറയുന്നതിൽ രൂപപ്പെട്ടു വരുന്നു, വളരുന്നു, അതിന് രൂപാന്തരീകരണം സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വാസവിരുദ്ധമായ കാര്യമൊന്നുമില്ല. പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ആശയത്തെ സഭ അതേപടി തള്ളിക്കളയുന്നില്ല. മറിച്ച് പരിണാമത്തിൻ്റെ സാധ്യതകളെ സഭ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ജീവൻ എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഡാർവിനും ഉത്തരവില്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെയാണ് പരിണാമ സിദ്ധാന്തത്തെ കണ്ണുടച്ച് വിശ്വസിക്കുന്നു? ഈ പരിണാമ സിദ്ധാന്തത്തിൽ ജീവൻ്റെ ഉത്ഭവമായി കാരണങ്ങൾ പറഞ്ഞിട്ടില്ല, പറയാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ഈ ജീവൻ ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ദാനമാണ്. ദൈവം നൽകിയതാണ് ഈ ജീവൻ എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തെയാണ് ഇവിടെ നമ്മൾ മുറുകെ പിടിക്കുന്നതും സഭയുടെ വിശ്വാസമായി അവതരിപ്പിക്കുന്നു. പരിണാമ സിദ്ധാന്തം സഭയ്ക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഹ്യൂമാനി ജനേരിസ് എന്ന് പറയുന്ന തിരുവെഴുത്തിൽ പരിശുദ്ധ പിതാവ് അതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: പരിണാമ സിദ്ധാന്തത്തെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ 2 വ്യവസ്ഥകളോടെ നമുക്ക് പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാം. ഒന്നാമതായി, ജീവൻ അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് പരിണാമ സിദ്ധാന്തവും അങ്ങനെ പറയുന്നത്. ദൈവത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടില്ല, മറിച്ച് ജീവനോട് ഉണ്ടായി എന്ന് മാത്രമേ പറയൂ. ആ ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്. 2, മനുഷ്യൻ്റെ ആത്മാവ് അത് പരിണാമത്തിലൂടെയല്ല, ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിൽ ആത്മാവിനെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ആത്മാവ് അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. ശരീരം ഓരോ ദേശങ്ങൾക്കും കാലങ്ങൾക്കും അനുസരിച്ച് മാറ്റം വരുന്നുണ്ട്, ഇല്ലേ? അത് സത്യമാണ്. ഇപ്പോൾ ഇന്ത്യക്കാരൻ്റെ ശരീരം പോലെയല്ല ആഫ്രിക്കക്കാരൻ്റെ ശരീരം ഇരിക്കും. ആഫ്രിക്കക്കാരൻ്റെ ശരീരം പോലെയല്ല യൂറോപ്പിലുള്ളവരുടെ ശരീരം ഇരിക്കും. ശരീരത്തിൽ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പഴയ തലമുറയിലേക്കാളും പൊക്കക്കൂടുതലുണ്ട് എന്നാണ്. 2-3 ഇഞ്ച് പൊങ്ങച്ചമുണ്ട് എന്നുള്ളത് മാത്രമല്ല, പൊക്കം തന്നെ കൂടി എന്നാണ് ഒരു വിലയിരുത്തൽ. അതായത് ശരീരത്തിൽ ചിലപ്പം പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. അതുകൊണ്ട് ആ പരിണാമം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കണമെങ്കിൽ ഈ 2 യാഥാർത്ഥ്യങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കണം. ഏതൊക്കെയാണ്? ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യൻ്റെ ആത്മാവ് അത് ഓരോ വ്യക്തിയിലും ദൈവം നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാദൃശ്യമാണ്. അത് നിത്യമായ അസ്തിത്വമുള്ള ആത്മാവാണ്. അത് ദൈവീകമാണ് എന്ന സത്യം. ഈ 2 വസ്തുതകളെ ചേർത്ത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിണാമ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല അഞ്ജലീന്. കുഴപ്പമില്ല. അഞ്ജലീനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം കിട്ടി. താങ്ക് യു ഫാദർ. ഓക്കെ, ഇതിനോടനുബന്ധിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ?
പിതാവെ, കാലത്തിനനുസരിച്ച് ശാസ്ത്രലോകം ഓരോ വിഷയത്തിലുമുള്ള അവരുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. മാറ്റി മാറ്റി നിലപാടുകൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബൈബിളിൻ്റെ ആരംഭം മുതൽ നമ്മൾ ഒരേ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. കാലോചിതമായ മാറ്റങ്ങൾ നമ്മുടെ നിലപാടുകളിൽ വരുത്തുന്നുണ്ടോ? യെസ്. അദ്ദേഹത്തിൻ്റെ പേരിന് അഗസ്റ്റിൻ. അഗസ്റ്റിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അഗസ്റ്റിൻ്റെ ചോദ്യത്തിന് ഉത്തരം അഗസ്റ്റിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ശാസ്ത്രം ഓരോ കാലത്തും പുതിയ പുതിയ ആശയങ്ങൾ പറഞ്ഞ് ആദ്യം പറഞ്ഞതിനെ മാറ്റി പറയുന്നു, ഇല്ലേ? കൂടുതൽ ശരിയായ ഉത്തരങ്ങൾ നൽകുന്നു എന്നാണ് ശാസ്ത്രം. ആദ്യത്തെ തെറ്റിപ്പോയത് കൊണ്ടാണല്ലോ ഇത് കൂടുതൽ ശരി പറയുന്നത്. ആദ്യത്തെ തെറ്റെന്നല്ല, ആദ്യത്തേത് ശരി, ഇത് കൂടുതൽ ശരി എന്നാണ് അവർ പറയുന്നത്. യെസ്. അതായത് ശാസ്ത്രം ഓരോ കാര്യങ്ങളെയും തിരുത്തി പറയുന്നു. ആരംഭകാലത്ത് അന്നത്തെ ശാസ്ത്രജ്ഞർ പറഞ്ഞ് ഭൂമി പരന്നാണ് ഇരുന്നത്. പിന്നീട് അവർ പറഞ്ഞു ഭൂമി ഉരുണ്ടു എന്ന്. അതിനുശേഷം ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങി എന്ന ആശയത്തെ കോപ്പർനിക്കസ് തിരുത്തി പറഞ്ഞു. കോപ്പർനിക്കൻ റവല്യൂഷൻ എന്നൊക്കെ അത് വിളിച്ചു. അതായത് ശാസ്ത്രം ചെയ്യുന്ന എന്താണ്? ഇപ്പോഴത്തെ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് എത്തിച്ചേരാവുന്ന യുക്തിഭദ്രമായ ഒരു ഉത്തരം പറയും. പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ ആദ്യത്തെ ഉത്തരം തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് പുതിയ ഉത്തരത്തിൻ്റെ പിന്നാലെ അവർ പോകും. അല്ലാതെ അതിനെ ഇച്ചിരി കൂടി ഒന്ന് ഫ്രഷാക്കി പറയുന്നു എന്നുള്ളത് അത് ശാസ്ത്രത്തിൻ്റെ അനാവശ്യമായ അവകാശവാദമാണ്. ശാസ്ത്രം ഘടകവിരുദ്ധമായ തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? അഗസ്റ്റിൻ ഒരുപാട് മേഖലകളിൽ തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ സ്വഭാവമാണ്. ശാസ്ത്രം യുക്തിയെ ആധാരമാക്കി ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് നിഗമനങ്ങളിൽ എത്തിച്ചേരണം. തെളിവ് മാറുമ്പോൾ നിഗമനങ്ങളും മാറും. അത് ശാസ്ത്രത്തിൻ്റെ സ്വഭാവമാണ്. അത് ദോഷമായിട്ടല്ല പറഞ്ഞത്, ശാസ്ത്രത്തിൻ്റെ സ്വഭാവം. അതേസമയം വിശ്വാസത്തിൽ എന്തുകൊണ്ടാണ് ഈ മാറ്റം വരാത്തത്? അതാണ് അഗസ്റ്റിൻ്റെ ചോദ്യം. അത് അല്ലേ? അതെ അതെ. കാലഹരണപ്പെട്ട ആശയമല്ലേ നമ്മുടേത് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസിയുടെ മറുപടി ഇതാണ്: തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വെളിപാടിനെ ആധാരമാക്കിയാണ് വിശ്വാസി തൻ്റെ ആശയങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ ദൈവിക വെളിപാടിൻ്റെ തെറ്റാവരമാണ് ഈ മാറ്റമില്ലാത്ത നിലപാടുകളുമായി വിശ്വാസി നിലകൊള്ളാൻ കാരണമാണ്. താങ്ക് യു പിതാവേ. ഈ ഒരു ചോദ്യത്തോടു കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എപ്പോഴും നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ്. വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ അഭിയൻ്റെ പിതാവിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിനെ ഇത്രമാത്രം വൈബ്രൻ്റ് ആക്കിയ ഈ മിടുക്കികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതേ വിഷയം നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. നന്ദി.